ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമവും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും ഉടൻ പരിഹരിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും പോർഫ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഞങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനപ്പെട്ടത് ഞങ്ങൾ കേരളത്തിലുടനീളമുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിൽ MOU പാവപ്പെട്ട രോഗികൾക്ക് കോർപ്പറേറ്റ് അംഗങ്ങൾക്ക് ചെലവ് ചുരുക്കി ട്രീറ്റ്മെൻറ്റ് സാധ്യമാക്കുന്നു. അതോടൊപ്പം രോഗികളെ ആശുപത്രിക്ക് കൂടാതെ ഞങ്ങളെ ബന്ധപ്പെടുന്ന സാധാരണക്കാരായവർക്കും കോർഫയിലൂടെ ചികിത്സാ സൗകര്യം കിട്ടുന്ന ആ ഇനത്തിൽ കേരളത്തിലുടനീളം നിന്നും കോർഫ കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായങ്ങൾ ചെയ്തിരുന്നു. വൃക്ക രോഗികളുടെയും വൃക്ക മാറ്റിവെച്ചവരുടെയും സംഘടനയാണ് പ്രതീക്ഷ ഓർഗൻ റെസിപ്പിയൻസ് ഫാമിലി അസോസിയേഷൻ എന്ന പോർഫ. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ വിവിധ ആശുപത്രികൾക്ക് കോടികൾ കുടിശ്ശികയുള്ളതിനാൽ പല ആശുപത്രികളും ആയുഷ്മാൻ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കുന്നില്ലെന്നും ഇതുമൂലം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്തു വരുന്ന രോഗികൾ വലിയ പ്രയാസത്തിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. തണൽ ഉൾപ്പെടെയുള്ള സൗജന്യ ഡയാലിസിസ് സെന്ററുകളും ഇതുമൂലം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കാരുണ്യ ഫാർമസികളിലൂടെ തടസ്സം കൂടാതെ മരുന്നുകൾ വിതരണം ചെയ്യുക, വൃക്ക രോഗികൾക്കും മരുന്നും മറ്റ് ചികിത്സാ സഹായങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പോർഫ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ബഷീർ TT, ഷാജി പുതിയോട്ടിൽ, ഫാറൂഖ് KK, സുരേഷ് വെങ്കിടങ്ങ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് നഗരസഭയുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് LDF കൗൺസിൽ